ഹായ് ചീറ്റീസ്. ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു നിയസിനാമൈഡ് സിറമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ കാണോ, പ്ലമ്മിൻ്റെ 10% റൈസ് വാട്ടർ ആൻഡ് നിയസിനാമൈഡ് സിറമാണ് ഇത്. ഇവർ ക്ലെയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്ലവർ കൺകോഷൻ ഓഫ് നിയസിനാമൈഡ് റൈസ് ഫെർമെൻറ്റ് ലിക്കോറൈസ് ആൻഡ് സ്ക്വാലൈൻ ഈസ് ഡിസൈൻ ടു ടാർഗറ്റ് സ്പോട്സ്, ബൂസ്റ്റ് സ്കിൻ ബാരിയർ ഹെൽത്ത്, സൂത്ത് ആക്നെ ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സൺ ഡാമേജ്. ഇത് എൻ്റെ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 30 ml ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിന് പ്രൈസ് അറൗണ്ട് 599 600 ആണ് ഞാൻ വാങ്ങിച്ചപ്പോഴത്തേൻ്റെ പ്രൈസ് കേട്ടോ. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. നല്ല വിസ്കസ് ആയിട്ടുള്ള ടെക്സ്ചറാണ്, ഈസിലി അബ്സോർവ് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടും സ്റ്റിക്കി ഒന്നുമല്ല, സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇത് അബ്സോർവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലോ ഒന്നും കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗ്ലോ മാത്രമേ ഉള്ളൂ. സ്കിന്നിൽ അബ്സോർവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗ്ലോയിങ് ഒന്നും അല്ല, ജസ്റ്റ് മാറ്റിഫൈ ചെയ്ത് വെക്കും. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആവുന്നതാണ്. കാരണം ഫ്രേഗ്രൻസ് ഇല്ല, അധികം അനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻകാർക്കും സ്യൂട്ട് ആകുന്നാൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിയസിനാമൈഡ് സിറം അല്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ 5% പ്ലമ്മിൻ്റെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5% നിയസിനാമൈഡ് സിറം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ 10% വാങ്ങിച്ചു പോയി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക്ലി നിങ്ങൾക്ക് ഒരു 2 to 3 ടൈംസ്, വീക്ക്ലി വരുമ്പോൾ ഒരു മൺഡേ, പിന്നെ വെനസ്ഡേ, പിന്നെ ഫ്രൈഡേ, അങ്ങനെ 3 പ്രാവശ്യം വരെ ഇത് കുറച്ച് ലൈക്ക് 2 to 3 ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, വേറെ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഇറിറ്റേഷൻസ് ഒന്നും വന്നിട്ടില്ല, ഒരു പുതിയ ബ്രേക്ക്ഔട്ട്സ് പ്രോഡക്റ്റ് തന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ മധുരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫേസിൽ കുരു വരും, കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുരുക്കളല്ലാതെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഇറിറ്റേഷൻ വന്നിട്ട് കുരുക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ ഒരു ബ്രൈറ്റ്നെസ് എന്ന് വെച്ചാൽ ഫുള്ളങ്ങ് വെളുത്ത് പാറി അങ്ങനല്ല, ചെറിയൊരു ബ്രൈറ്റ്നെസ്, ഒരു ഗ്ലോ അല്ല, ഒരു ഹൈഡ്രേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം ചെറിയൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ചെറിയാൻ പറ്റില്ല ഒരു ഗ്ലോ. ഇതിപ്പോൾ ഡ്രൈ ആയി, നിങ്ങൾക്ക് കാണാം ഇവിടെ എന്ത് ഗ്ലോ ഉണ്ട്, ഒന്നുമില്ല. ഇത് സ്ലൈറ്റസ്റ്റ് ഒരു ഗ്ലോ ആണ്. ഇതിൻ്റെ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ബൾബ് കത്തുന്ന പോലെ കത്തും. പക്ഷേ ഇത് സ്ലൈറ്റസ്റ്റ് ഒരു ആ ഹൈഡ്രേഷൻ കാരണമുള്ള ആ ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പുതിയ ഈ ആക്നെ വരുന്ന അതിൻ്റെ റെഡ്നെസ്സും അതുപോലെ ആ ഫ്ലെയർ അപ്സ് ഒന്ന് കാം ഡൗൺ ചെയ്യാനും വേണ്ടി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിയസിനാമൈഡ് യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാണ്. ഇത് അതിൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രൈറ്റ്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ പഴയ ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ടാനിങ്ങിലൊന്നും എനിക്ക് വലിയ ചേഞ്ചസ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ, എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു പ്രായമായി ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, സ്മൈൽ ലൈൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനിലൊന്നും ഇത് ഇഫക്റ്റ് ആയിട്ടില്ല. ബ്ലഷ് ഇല്ല, ക്രീം, അങ്ങനെ ഒരു കുന്തറണ്ടോ ഇട്ടിട്ടില്ല ഞാൻ. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ബോട്ടിൽ തീർത്തു. രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു മാസം നിൽക്കും. ഞാൻ 2 to 3 ഡ്രോപ്സ് പ്രോഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ സീറം ഒന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രാവിലെ യൂസ് ചെയ്യാറില്ല. രാവിലെ ഞാൻ ജസ്റ്റ് എൻ്റെ ടോണർ, പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ, എൻ്റെ സൺസ്ക്രീൻ, ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ദാണ്ട് ഈ ഒരു പെപ്റ്റൈഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു സിറം കം ടോണറാണ്. അപ്പോൾ ആ ടോണറും പിന്നെ എൻ്റെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇത്രയും മാത്രമേ ഉള്ളൂ. പർച്ചേസ് ചെയ്യത്തില്ല, പക്ഷേ റീപർച്ചേസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരുപാട് സിറംസ് ഉണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി. ട്രൈ ചെയ്യാതെ എനിക്ക് നിങ്ങളോട് റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സിറം ഒക്കെ ആണെങ്കിൽ ഞാനൊരു 1 month കൊടുക്കും കുറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ 2 months യൂസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് മിനിമലിസ്റ്റിൻ്റെ നിയസിനാമൈഡ് സിറമും ഞാൻ അതുപോലെ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് റിവ്യൂ പറഞ്ഞത്. ഇത്രയും കൂടെ ഉള്ളൂ. നിങ്ങൾക്കിനി ആപ്ലിക്കേഷൻ കാണിച്ചില്ല എന്നുകൊണ്ട് ചേച്ചി പിന്നെ മുഖത്ത് കാണിച്ചില്ല. ഇച്ചിരി തിക്കാണ്, ഒരുമാതിരി നമ്മുടെ കഞ്ഞിവെള്ളം പോലൊക്കെ.
ഉണ്ട്. ഓപ്പൺ പോഴ്സിന് നല്ല ഇഫക്റ്റീവ് ആയിരിക്കും വെച്ച് നിങ്ങൾ ഇരിക്കണ്ട. എനിക്ക് 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടും എൻ്റെ പോഴ്സ് സൈസിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഫ്ലാക്സ് ജെല്ലൊക്കെ എടുക്കുമ്പോൾ ഒരു കയ്യിലൊരു വഴുവഴുപ്പില്ല. ഇത് ഡ്രൈ ആവുന്നതും വരെ അബ്സോർബ് ആവുന്നതും വരെ ആ ഒരു വഴുപ്പുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. അതെനിക്ക് ഞാൻ തോന്നുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ പ്രയോജനം വരട്ടെ. അവരൊക്കെ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് അവർക്ക് അറിയണ്ടായി. എല്ലാവരും പോർസ് ഓയിലി സ്കിന്നുകാർക്ക് ഒരു ശാപമാണ്. പക്ഷെ ഓയിലി സ്കിൻ ഈസ് ഫാർ ബെറ്റർ. ആ സ്റ്റിക്കിനെസ്സും ആ ഒരു കുരു ഇല്ലെങ്കിൽ ബാക്കി എല്ലാ സ്കിന്നേക്കാളും നല്ല ഓയിലി സ്കിൻ. കാരണം ഓയിലി സ്കിൻ ഏജസ് വെരി സ്ലോ എന്നാണ് ഏതോ ഒരു സ്റ്റഡീസ് ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഈ കാണുന്ന കുന്ത്രാണ്ടങ്ങളെല്ലാം തേച്ച് ഡ്രൈ സ്കിൻകാർ ആ ഒരു ഹൈഡ്രേഷൻ നിർത്താൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇച്ചിരി വെള്ളവും കുടിച്ച് നല്ല കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ സെറ്റാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് താഴെ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ കാണാൻ ആഗ്രഹം എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്തേക്കുക. ഞാൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തായിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണുന്നവരെ